അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് 5ാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുൽ ഖാമിസു അത്തവാളുഉ. വിനയം ഒരു നല്ല ശീലമാണ്. താഴ്മയോടെ പെരുമാറലാണത്. സൽസ്വഭാവികളുടെ അടയാളമാണ് വിനയം. അത് ഉയർച്ചയ്ക്കും വിജയത്തിനും കാരണമാണ്. വിനയത്തോടെ നടക്കൽ അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ അടയാളമാണെന്ന് ഖുർആൻ പറയുന്നു. വിനയമുള്ളവർ ഉന്നതരും ഉത്തമരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിനു വേണ്ടി ആര് വിനയം കാണിക്കുന്നുവോ അവരെ അല്ലാഹു ഉയർത്തും. വിനയത്തിൻ്റെ വിപരീതമാണ് കിബ്ർ, അതായത് അഹങ്കാരം. അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. സത്യത്തെ അവഗണിക്കലും ജനങ്ങളെ നിന്ദിക്കലുമാണത്. ഞാനാണ് മറ്റുള്ളവരെക്കാൾ ഉത്തമൻ എന്ന് വിചാരിക്കുമ്പോഴാണ് അഹങ്കാരിയാകുന്നത്. ഒരു അണുവിൻ തൂക്കം കിബ്ർ മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അഹങ്കരിക്കുന്നവരെ അല്ലാഹു തരം താഴ്ത്തിക്കളയും. ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണം അവൻ്റെ അഹങ്കാരമാണ്. ആദം നബി അലൈഹിസ്സലാമയ്ക്ക് സുജൂദ് ചെയ്യാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്ലീസ് പറഞ്ഞു, ഞാനാണ് ആദമിനേക്കാൾ ഉത്തമൻ, അന ഖൈറും മിൻഹു. ഞാൻ എന്ന ഭാവമാണ് അവനെ എന്നേക്കുമായി നാശത്തിലാക്കിയത്. പിശാചിൻ്റെ സ്വഭാവമായ അഹങ്കാരം ഏതൊരാളെയും നാശത്തിലേക്ക് നയിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ തവാളഅ ലില്ലാഹി റഫഅഹുല്ലാഹു വമൻ തകബ്ബറ വളഅഹുല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനു വേണ്ടി ആര് വിനയം കാണിക്കുന്നുവോ അല്ലാഹു അവനെ ഉയർത്തും. ആര് അഹങ്കരിക്കുന്നുവോ അല്ലാഹു അവനെ താഴ്ത്തും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഖ്ലാസിനെ കുറിച്ചും റിയാഇനെ കുറിച്ചുമാണ് പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ തവാളുഇനെ കുറിച്ചും കിബ്റിനെ കുറിച്ചുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. സൽസ്വഭാവങ്ങളിൽപ്പെട്ട ഒന്നാണ് വിനയം. വിനയം ഒരു നല്ല ശീലമാണ്. താഴ്മയോടെ പെരുമാറുന്നതിനാണ് വിനയം എന്ന് പറയുന്നത്. അത് ഉയർച്ചയ്ക്കും വിജയത്തിനും കാരണമാകും. വിനയത്തോടെ നടക്കൽ അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ അടയാളമാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. വിനയമുള്ളവർ ഉന്നതരും ഉത്തമരുമാണ്. ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി വിനയം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആർക്ക് വേണ്ടിയാകണം വിനയം കാണിക്കേണ്ടത്? അല്ലാഹുവിന് വേണ്ടിയാകണം. അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവരെ അല്ലാഹു ഉയർത്തും. ഇനി വിനയത്തിൻ്റെ നേർവിപരീതമാണ് കിബ്ർ, എന്ന് വെച്ചാൽ അഹങ്കാരം. അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ജനങ്ങളും അവരെ മാറ്റി നിർത്തും. ഞാൻ എന്ന ഭാവം ഉള്ളിലുണ്ടാകുമ്പോഴാണ് അവർ അഹങ്കാരികളായി തീരുന്നത്. ഞാനാണ് എല്ലാവരേക്കാളും ഉത്തമൻ എന്ന് വിചാരിക്കുമ്പോൾ അവിടെ അഹങ്കാരം ഉടലെടുക്കുന്നു. ഇബ്ലീസ് ശപിക്കപ്പെടാൻ തന്നെ കാരണമായത് ഞാനെന്ന ഭാവമാണ്. അതായത് ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യുവാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്ലീസ് ഞാനാണ് ആദമിനേക്കാൾ ഉത്തമൻ എന്ന് പറയുകയും അല്ലാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാത്തതിൻ്റെ പേരിൽ അല്ലാഹു ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അഹങ്കാരം എന്നത് പിശാചിൻ്റെ സ്വഭാവമാണ്. അത് നാശത്തിലേക്ക് നയിക്കും. അണുമണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിനു വേണ്ടി ആര് വിനയം കാണിക്കുന്നുവോ അവനെ അല്ലാഹു ഉയർത്തുകയും ആര് അഹങ്കരിക്കുന്നുവോ അവനെ അല്ലാഹു താഴ്ത്തുകയും ചെയ്യും. അപ്പോൾ ജീവിത വിജയം കൈവരിക്കാൻ നമ്മൾ ഏത് സ്വഭാവമാണ് തിരഞ്ഞെടുക്കേണ്ടതും ശീലമാക്കേണ്ടതും? വിനയമാണ് നമുക്ക് നല്ലത്, അല്ലേ? അഹങ്കാരം നമുക്ക് ചേർന്ന സ്വഭാവമല്ല. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. 1. ഉത്തരം എഴുതുക. 1. എന്താണ് വിനയം? എന്താണ് ഉത്തരം? ഉത്തരം താഴ്മയോടെ പെരുമാറലാണ് വിനയം. 2.
അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ അടയാളം എന്ത്? ഉത്തരം: വിനയത്തോടെ നടക്കൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരുടെ അടയാളമാണെന്ന് ഖുർആൻ പറയുന്നു. 3. കിബ്ർ എന്നാൽ എന്ത്? ഉത്തരം: സത്യത്തെ അവഗണിക്കലും ജനങ്ങളെ നിന്ദിക്കലുമാണ് കിബ്ർ. 4. ഒരാൾ അഹങ്കാരിയാകുന്നത് എപ്പോൾ? ഉത്തരം: ഞാനാണ് മറ്റുള്ളവരെക്കാൾ ഉത്തമൻ എന്ന് വിചാരിക്കുമ്പോഴാണ് അഹങ്കാരിയാകുന്നത്. 2. സന്ദർഭം വിവരിക്കാം. ആര് ആരോട് എപ്പോൾ പറഞ്ഞു? അന ഖൈറും മിൻഹു. അന ഖൈറും മിൻഹു എന്ന വാക്ക് ആര് ആരോട് എപ്പോഴാണ് പറഞ്ഞതെന്നാണ് വിവരിക്കേണ്ടത്. ഉത്തരം അറിയാമല്ലോ. ആരാണ് പറഞ്ഞത്? ഇബ്ലീസാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? അല്ലാഹു തആലയോടാണ് പറഞ്ഞത്. എപ്പോഴാണ് പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാമയ്ക്ക് സുജൂദ് ചെയ്യുവാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചപ്പോൾ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഇബ്ലീസ് പറഞ്ഞു, ഞാനാണ് ആദമിനേക്കാൾ ഉത്തമൻ, അന ഖൈറും മിൻഹു. 3. പൂരിപ്പിക്കുക. 1. വിനയത്തിൻ്റെ വിപരീതം ഡാഷ് ആണ്. ഉത്തരം: കിബർ. 2. ഒരു അണുവിൻ തൂക്കം ഡാഷ് മനസ്സിലുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ഉത്തരം: കിബർ. 4. ഹദീസ് പഠിക്കാം. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. അണുമണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. ഇതാണ് ഈ ഹദീസിൻ്റെ അർത്ഥം സഹിതം നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.